കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഉലക നായകൻ കമലഹാസനും അതോടൊപ്പം തന്നെ ശങ്കറും ഒന്നിച്ച ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോകളെല്ലാം തന്നെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് വിവിധ ഭാഷകളുമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ വമ്പൻ റിപ്പോർട്ടുകൾ തന്നെയാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുകയും ചെയ്ത ചിത്രമായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ. സേനാപതി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചിത്രത്തിൽ കമലഹാസന്റെ അഴിഞ്ഞാട്ടം തന്നെ കണ്ടാണ് ചിത്രത്തിൽ ഡബിൾ റോളിലായിട്ടായിരുന്നു എത്തിയിരുന്നത്. അച്ഛനും മകനുമായിട്ടാണ് എത്തിയിരുന്നത്. മകൻ തെറ്റ് ചെയ്തതിന് പോലും ശിക്ഷ കൊടുക്കുന്ന ഒരു അച്ഛനെ ആണ് കാണാൻ സാധിച്ചത്. എന്തൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കഥാപാത്രമായിട്ട് ഇന്ത്യൻ 2 അല്ലെങ്കിൽ സേനാപതിയുടെ വരവാണ് ചിത്രം കഥ പറയുന്നത്. അവതരണത്തിൽ വലിയ മാറ്റം തന്നെയാണ് ശങ്കർ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ട്രെൻഡിനൊപ്പം കാലികവും ഗൗരവമായ വിഷയങ്ങളോട് തന്നെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെയാണ് അഴിമതിയും കള്ളപ്പണവും സർക്കാർ ജീവനക്കാരുടെ പിടിപ്പുകേടും ഒക്കെ നല്ല രീതിയിൽ തന്നെ തുറന്നു കാട്ടാൻ ഇന്ത്യൻ 2 കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിലൂടെയാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയും അതോടൊപ്പം തന്നെ കൈക്കൂലിയും അതോടൊപ്പം ലോൺ എടുത്ത് നാട് വിടുന്ന വലിയ വലിയ മുതലാളിമാരെയും അതോടൊപ്പം പരീക്ഷാ തട്ടിപ്പ് തുടങ്ങി സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികളും തുറന്നു കാണിച്ചുകൊണ്ടാണ് ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വലിയ രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ബാർക്കിംഗ് ഡോഗ്സ് എന്നാണ് ഈ ഒരു ചാനലിന്റെ പേര്. 4 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നത്. അങ്ങനെ അഴിമതിക്കാരെയും കള്ളപ്പണക്കാരെയും അവർ കണ്ടെത്തുന്നുണ്ടായാലും യാതൊരുവിധ നിയമത്തിന് യാതൊരുവിധ പുല്ലുവിലയും കൊടുക്കാതെ അവർ പുറത്തിറങ്ങുന്നവരെയാണ് ഇന്ത്യൻ 2 വേണ്ടി അവർ അല്ലെങ്കിൽ സേനാപതിക്ക് വേണ്ടി അവർ വീണ്ടും ഒരു വലിയൊരു ഹാഷ്ടാഗ് ഒരുക്കി വലിയൊരു തരംഗം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുഴുവൻ നമ്മുടെ സേനാപതി എന്ന് പറയുന്ന താത്തയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം തുടരുകയാണ്. അങ്ങനെ കം ബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ട്രെൻഡായിട്ട് മാറുകയും തിരിച്ച് നമ്മുടെ സേനാപതിയുടെ തിരിച്ചുവരും ഇത്ര വർഷങ്ങൾക്ക് ശേഷം സേനാപതി തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സിനിമയിൽ ഒന്നിക്കുന്നു, ഏതൊക്കെ തരത്തിലാണ് ഇവർക്കുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നതെന്നൊക്കെയാണ് ചിത്രം പിന്നെ കഥ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെയാണ് മറ്റ് ശങ്കർ ചിത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. കാരണം കഥയിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ത്യൻ 2 ഒരുക്കിയിട്ടില്ല. എന്നാൽ മർമ്മങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതായത് ആ ഒരു കായികപരമായിട്ടുള്ള ഒരു കലയെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇന്ത്യൻ 2 ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ ശങ്കർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വലി ഒരുപാട് ട്രീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ ഇന്ത്യൻ 2 നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടില്ല. എന്തൊക്കെയാണ് മികച്ച ഒരു സ്റ്റോറി തന്നെ ചിത്രത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റും അല്ലെങ്കിൽ ക്ലൈമാക്സ് തേർഡ് പാർട്ടിന് വേണ്ടി വിരൽ ചൂണ്ടിയാണ് നിർത്തുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മിനിമം സിനിമാ പ്രേക്ഷകർക്ക് തൃപ്തിപ്പെടുത്താൻ നൽകുന്ന എല്ലാ രംഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ശങ്കർ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കമലഹാസനെക്കാട്ടും കൂടുതൽ പങ്കാളിത്തം നൽകിയിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ റോളിലാണ്. അതോടൊപ്പം തന്നെ നെടുമുടി ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള രംഗങ്ങളെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി വഴിയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ചിത്രത്തിൽ ബോബി സിംഗ് എത്തുന്നത്. ഇവരെ കൂടാതെ വലിയൊരു താരകരെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സമുദ്രക്കനി, പ്രിയ ഭവാനി ശങ്കർ, രാഹുൽ പ്രീത് സിംഗ്, അതോടൊപ്പം SJ സൂര്യ തുടങ്ങിയവരെല്ലാം തന്നെ വരുന്നുണ്ട്. എല്ലാവരും പ്രകടനം കൊണ്ട് തങ്ങളുടെ ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് SJ സൂര്യയുടെ വില്ലൻ കഥാപാത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു ഇമ്പാക്ട് ചിത്രത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു ആകർഷണം അനിരുദ്ധിന്റെ മ്യൂസിക് ആയിരുന്നു. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ മറ്റ് സിനിമയ്ക്ക് അനിരുദ്ധിന്റെ നൽകിയിരുന്ന പോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു രീതിയിലൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്നില്ല. എന്നെങ്കിൽ പോലും ഒരു ആവറേജ് അല്ലെങ്കിൽ നിൽക്കുന്ന പ്രേക്ഷക കാഴ്ചപ്പാടിനൊപ്പം തന്നെ പോകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടാസ്വദിക്കാൻ പറ്റിയ മികച്ച ഒരു ചിത്രം തന്നെയാണ് ഇന്ത്യൻ 2 എന്നാണ് ചിത്രത്തിൽ നോർമലി വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ചിത്രത്തിൽ തമിഴ് ഭാഷയ്ക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മലയാളം ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ എല്ലായിടത്തും ചിത്രത്തിന് മികച്ച റെസ്പോൺസ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേ അഭിപ്രായം ചിത്രത്തിന് തുടർന്ന് ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങളൊന്നായിട്ട് മാറുന്ന ഉറപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റിലാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 400 മുകളിൽ കളക്ട് ചെയ്താൽ മാത്രമേ ചിത്രം വലിയൊരു വിജയമായി നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.